നമ്മുടെ ബിഗ് ലേണിംഗിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 5 നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗിലെ റെഫ്രിജറേഷൻ പാർട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ നമ്മൾ റെഫ്രിജറേഷന്റെ ബേസിക്സ് എല്ലാം പഠിച്ചായിരുന്നു. കോൺസെപ്റ്റ് COP, ഹീറ്റ് പമ്പ്, അതിനുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചായിരുന്നു. പിന്നെ എയർ റെഫ്രിജറേഷന്റെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളും റെഫ്രിജറേഷൻ സിസ്റ്റംസും ആണ് നമ്മൾ ഇന്നത്തെ സിലബസിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വേരിയസ് പ്രോസസ്, നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലുള്ള വേരിയസ് പ്രോസസ് നമ്മൾ ഒന്നും കൂടെ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. അതായത് 4 പ്രോസസ് ആണുള്ളത്. പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. പ്രോസസ് 2 to 3 ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, ഐസോതെർമൽ കംപ്രഷൻ ആണ്. പ്രോസസ് 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. 4 to 1 ഐസോതെർമൽ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്താണ്, കംപ്രഷൻ എന്താണ്, ഐസെൻട്രോപിക് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഈ 2 ഡയഗ്രാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വോളിയം 1 2 കുറഞ്ഞാൽ അത് കംപ്രഷൻ, 2 3 കുറഞ്ഞാൽ അത് കംപ്രഷൻ, 3 4 കൂടിയാൽ അത് എക്സ്പാൻഷൻ, 4 1 കൂടിയാൽ അത് എക്സ്പാൻഷൻ ആണ്. പിന്നെ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ 1 to 2, ഈ 1 ഉം 2 ഉം നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ S1 = S2 എന്ന് വരും. അത് കണക്ക് 3 4 S3 = S4 വരും. പിന്നെ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ 2 പ്രോസസ് ഏതൊക്കെയാണത്? 2 3 ആൻഡ് 1 to 4. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്തൂടെ നമ്മളിപ്പോ ഒരു ക്ലോസ് സൈക്കിളിനകത്തൂടെ റെഫ്രിജറന്റ് ആണ് നമ്മൾ ഫ്ലോ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇതിനകത്തോട്ട് ഹീറ്റ് ഇതിനകത്തോട്ട് കയറുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? 4 to 1. ഇതിനകത്ത് ഹീറ്റ് പുറത്തു പോകുന്ന പ്രോസസ്സ് 2 to 3 ആണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഹീറ്റ് സിസ്റ്റത്തിനകത്തോട്ട് കയറുന്നത് 4 to 1 അതായത് 4 to 1 എന്ന് പറയുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഹീറ്റ് അകത്ത് കയറുന്നു, ഹീറ്റ് പുറത്തു പോകുന്നത് 2 to 3, അതായത് നമ്മുടെ ഐസോതെർമൽ കംപ്രഷൻ. അപ്പൊ 2 ഐസോതെർമൽ പ്രോസസ്സുകളിലാണ് ഹീറ്റ് ഇന്ററാക്ഷൻസ് നടക്കുന്നത് നിങ്ങൾ ഓർക്കുക. 2 ഐസോതെർമൽ പ്രോസസ്സിലാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് ഇന്ററാക്ഷൻ നടക്കുന്നത്. എവിടെയൊക്കെയാണ്? 2 ഐസോതെർമൽ പ്രോസസ്സിലാണ്. അതായത് ഹീറ്റ് ഇതിന്റെ സിസ്റ്റത്തിനകത്തോട്ട് കയറുന്നത് 4 to 1 എന്ന് പറയുന്നത് നമ്മുടെ ഐസോതെർമൽ എക്സ്പാൻഷനും, ഹീറ്റ് ഇതിനകത്ത് വെളിയിൽ ഇറങ്ങുന്നത് 2 to 3 എന്ന് പറയുന്നത് നമ്മുടെ ഐസോതെർമൽ കംപ്രഷനിലാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു വർക്കും അതിന്റെ ഹീറ്റും കാര്യങ്ങളും അതിന്റെ COP ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ എയർ ഡ്യൂറിങ് ഐസോതെർമൽ കംപ്രഷൻ 2 to 3. അപ്പൊ നമുക്കറിയാം, നമ്മളതാ ഹീറ്റ് റിജക്റ്റ് ആവുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് 2 to 3 നമുക്കറിയാം. അവിടെ റിജക്ട് അത് ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കുക. Q = എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് ഐസോതെർമൽ ആണ്. Q = T × DS. T എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതാണ് ഈ T റെഫർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെയാണ്. ഇത് ടെമ്പറേച്ചർ ആണ്, ഇത് ടെമ്പറേച്ചർ ആണ്. DS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി കൂടുതൽ എൻട്രോപ്പി മൈനസ് കുറഞ്ഞ എൻട്രോപ്പി. നമ്മൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സ് എൻട്രോപ്പി കൂടുതൽ എവിടെയാണ്? എൻട്രോപ്പി കൂടുതൽ ഏതാണ്? ഇതിൽ 2 എൻട്രോപ്പി കൂടിയ പ്രോസസ്സ് ഏതാണ്? 2 3 കുറയ്ക്കണം. ടെമ്പറേച്ചർ നോക്കിയാൽ 2 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ എൻട്രോപ്പി അളക്കുന്നത്. നോക്കി ഞാൻ എടുത്ത് കാണിച്ചുതരാം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എൻട്രോപ്പിനെ നോക്കുന്നത്. അപ്പൊ ഇവിടെ എൻട്രോപ്പി 0 ആണ്. ഇവിടെ എൻട്രോപ്പി കുറച്ചുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 2 3 അങ്ങനെ കൂടി എൻട്രോപ്പി പോകുമ്പോൾ 2ലായിരിക്കും എൻട്രോപ്പി ഹൈ, 3ൽ എൻട്രോപ്പി കുറവ്. അതാണ് ടെമ്പറേച്ചർ നോക്കിയാലോ. 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ടെമ്പറേച്ചർ സെയിം ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് അല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് ഐസോതെർമൽ അല്ലേ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് 2 to 3 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ. അപ്പൊ ടെമ്പറേച്ചറിന് വരെ നിങ്ങൾ ഒന്നിയിൽ നിങ്ങൾക്ക് T2 എന്ന് എഴുതാം, അല്ലെങ്കിൽ T3 എന്ന് എഴുതാം. ഇൻറ്റു അതായത് TDS ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Q = TDS. T എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒന്നിയിൽ ഇതിന് പകരം ഒന്നിയിൽ നിങ്ങൾക്ക് എന്തെഴുതാം? T2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? T3 എന്ന് എഴുതാം. കാര്യം 2 സെയിം ആണ്. T2 = T3. ഓക്കെ, ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? S2 - S3 വരും. കാര്യം ഹയർ എൻട്രോപ്പി മൈനസ് ലോവർ എൻട്രോപ്പി. അതാണ് എഴുതിയിരിക്കുന്നത്. ആദ്യമേ T3 × S2 - S3 എന്ന് എഴുതി, പിന്നെ
T2 into S2 minus S3 എന്ന് എഴുതി. കാര്യം എന്താണ്? T2 എന്ന് പറയുന്നത് T3 എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 to 3 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഹീറ്റ് ഈ ആരോ വെളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഈ ആരോ വെളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം QR ആണ്. QR എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് റിജക്റ്റഡ്. സിസ്റ്റത്തിനകത്ത് ഹീറ്റ് വെളിയിൽ പോകുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുക. 2 to 3 ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിൽ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് റിജക്ഷൻ എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ഈ Q=TdS എന്ന ഇക്വേഷനകത്ത് ടെമ്പറേച്ചറും എൻട്രോപ്പി ചേഞ്ച് വിട്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് T2 into S2 minus S3 എന്ന് എഴുതാം. കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് T3 എന്ന് എഴുതാം, രണ്ട് സെയിം ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് അബ്സോർവ് ചെയ്ത പ്രോസസ് ഏതാണ്? ഇതിൽ ഓക്കെ, ഹീറ്റ് അബ്സോർവ് ചെയ്ത പ്രോസസ് ഏതാണ്? ഹീറ്റ് അബ്സോർപ്ഷൻ നടന്ന ഏത് പ്രോസസ്സാണ്? ഈ പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പൊതുവെ പറയുന്നത് QS എന്നാണ്. QS എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈ നടന്ന പ്രോസസ്. എന്താണ്? 4 to 1 ആണ്. ഈ പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ രണ്ട് ഐസോതെർമൽ പ്രോസസ്സ് വഴിയാണ് ഹീറ്റിന്റെ എക്സ്ട്രാക്ഷൻസ് നടക്കുന്നത്. ബട്ട് 2 to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഹീറ്റ് റിജക്ഷനും ആണ്. 4 to 1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർപ്ഷനും ആണ്. അപ്പൊ നമുക്ക് ഇതേപോലെ Q=TdS നമ്മൾ ചെയ്താല് നമ്മുടെ പ്രോസസ് ഏതാണ്? ഇതാണ് 4 to 1 ആണ്. ഇതാണ് പ്രോസസ്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം T1 = T4 അല്ലേ? അപ്പൊ T1 = T4 നമുക്ക് എഴുതാം. ടെമ്പറേച്ചറിന് പകരം T1 = T4. എൻട്രോപ്പി ചേഞ്ചിന് പകരം എന്ത് എഴുതാം? പറഞ്ഞേ, എൻട്രോപ്പി ചേഞ്ച് എന്താണ്? ഇത് പ്രകാരം 4 to 1 നോക്കിക്കഴിഞ്ഞാൽ S1 minus S4 എന്ന് നമുക്ക് എഴുതാം. എന്താ പറഞ്ഞേ? ഓക്കെ അല്ലേ? S1 minus S4 ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ S1 പകരം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? S2 എന്ന് എഴുതാം. ഇനി S4 പകരം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? S3 എന്ന് എഴുതാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? T4 പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ T1 എന്ന് എഴുതാം, T4 എന്ന് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം. T1 എഴുതിക്കുന്നെങ്കിൽ T1 എഴുതാൻ, അല്ലെങ്കിൽ T4 എഴുതാം. അപ്പൊ ഇത് രണ്ടിന്റെയും DS എന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹീറ്റ് സപ്ലൈഡ് T4 into S1 minus S4. ഇനി അതിനെ T1 into S2 minus S3 എന്ന് എഴുതിയ കാര്യം എന്താണ് കാര്യം? റീസൺ എന്താണെന്ന് പറഞ്ഞാൽ S1 എന്ന് പറയുന്നത് S2 ആണ്, S4 എന്ന് പറഞ്ഞാൽ S3 ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. S1 = S2 and S3 = S4, T4 = T1. ഇനി വർഡൺ നമ്മൾ സാധാരണ എഞ്ചിന്റെ കേസിൽ വർഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഞ്ചിന്റെ കേസിൽ വർഡൺ എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് അല്ലേ വർഡൺ അല്ലേ? അങ്ങനെയല്ലേ എഞ്ചിന്റെ കേസിൽ നമ്മൾ വർഡൺ എഴുതുന്നത്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് എഞ്ചിന്റെ കേസിലെ വർഡൺ. പക്ഷേ റെഫ്രിജറേറ്ററിന്റെ കേസിൽ നമ്മൾ വർക്ക് നെഗറ്റീവ് വർക്കാണ്. അതായത് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഇതിപ്പോ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഈ സിസ്റ്റത്തിനകത്തുനിന്ന് വർക്ക് പുറത്തിറങ്ങിയാൽ ആ വർക്ക് എന്തായിരിക്കും? വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇതൊരിക്കലും മറക്കരുത് നിങ്ങൾ. ഈ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഹീറ്റ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഹീറ്റ് സിസ്റ്റത്തിനകത്തോട്ട് കയറിയാൽ ഹീറ്റ് Q എന്താണ്? പോസിറ്റീവ് ആണ്. അകത്തോട്ട് കയറുന്ന ഹീറ്റ് പോസിറ്റീവ് ആണ്. സിസ്റ്റത്തിനകത്തുനിന്ന് വെളിയിൽ പോകുന്ന ഹീറ്റ് Q വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം അത് നെഗറ്റീവ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഒന്ന് പുതുക്കിയാൽ മതി. അത് നിങ്ങൾ വേറൊന്നും അല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വലിയ പാടുള്ള ഒരു കാര്യമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. എനർജി സിസ്റ്റത്തിനകത്തോട്ട് കിട്ടിയാൽ പോസിറ്റീവ്. അതാണ് എനർജി സിസ്റ്റത്തിനകത്തോട്ട് കിട്ടുന്ന പറഞ്ഞാൽ അർത്ഥം എന്താണ്? എനർജി സിസ്റ്റത്തിനകത്തോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എനർജി സിസ്റ്റത്തിനകത്തോട്ട് കയറിയാൽ പോസിറ്റീവ്, എനർജി സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ മറ്റത് അതിന് നേരെ തിരിച്ചാണ്. അപ്പൊ ഞാൻ നേരത്തെ നാളെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ വർക്ക് തരുന്ന ഡിവൈസുകൾ എല്ലാത്തിനും നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് വർക്കാണ്. വർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് നെഗറ്റീവ് വർക്കാണ്. അപ്പൊ നമ്മൾ എഞ്ചിന്റെ കേസിൽ വർഡൺ എഞ്ചിനെ നമ്മൾ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് എഴുതിയെങ്കിൽ ഈ വർക്കിനെ നമ്മൾ നേരെ തിരിച്ചെഴുതും. എങ്ങനെ എഴുതും? വർഡൺ ഇൻ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ എയർ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നേരെ തിരിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വർക്കാണ്. അതുകൊണ്ടാണ് QR -
QS എന്ന് എഴുതുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് എഞ്ചിനെ പോലെ വർക്ക് തരുന്ന ഡിവൈസ് അല്ല ഇത്. പോസിറ്റീവ് വർക്ക് അല്ല. എഞ്ചിൻ ആണെങ്കിൽ പോസിറ്റീവ് വർക്ക് ആയിരുന്നു. ഇതിന്റെ കേസിൽ നമുക്ക് നെഗറ്റീവ് വർക്ക് ആണുള്ളത്. നെഗറ്റീവ് വർക്ക്. ഈ നെഗറ്റീവ് വർക്ക് ആയതുകൊണ്ട് ഇത് മൈനസ് ഓഫ് QR മൈനസ് QS മൈനസ് QR എന്ന് എഴുതാം. അതാണ് മൈനസ് ഓഫ് QS മൈനസ് QR ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ QR മൈനസ് QS എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അത് തിരിച്ചെഴുതാം. QR മൈനസ് QS അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Per done during the cycle per kilogram of air. ഇത് പെർ കിലോഗ്രാം ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെർ കിലോഗ്രാം സ്പെസിഫിക് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം എഴുതിയിരിക്കുന്നത് എന്താണ്? ഹീറ്റ് റിജക്റ്റഡ്, അതായത് QR മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്, അതായത് ഹീറ്റ് സപ്ലൈ എന്നുള്ളത് സംഭവം QS. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീറ്റ് റിജക്റ്റഡ് ഏതാണ്? എന്താണ്? T2. ഇത് മൈനസ് ഇത്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഇത് ഈ T1 മൈനസ് T2 നമുക്ക് ഇതിനകത്ത് രണ്ടിനും കോമൺ ആയിട്ട് വരും. T1 മൈനസ് T2 രണ്ടിനും കോമൺ ആയിട്ട് എടുത്ത് എന്നിട്ട് അപ്പൊ T1 മൈനസ് T2 എടുത്തു S2 മൈനസ് S3 കോമൺ ആയിട്ട് എടുത്ത് അപ്പം നമുക്ക് T1 മൈനസ് T2 S2 മൈനസ് S3 എന്ന് വരും. ഇനി COP എന്ന് പറഞ്ഞാൽ മതി. COP എന്ന് പറഞ്ഞാൽ എന്താണ്? COP എന്ന് പറഞ്ഞാല് ഹീറ്റ് റിജക്ട്, അതായത് ഹീറ്റ് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഹീറ്റ് ഡിവൈഡ് ബൈ വർക്ക്. അതായത് അതാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് ഡൺ നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത്. T1 മൈനസ് T2 ഡിവൈഡ് ബൈ ഇൻറ്റു S2 മൈനസ് S3 എന്ന് ഡിനോമിനേറ്ററിലും വരും. ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് എന്ത് വരും? T1 ഇൻറ്റു S2 മൈനസ് S3 എന്ന് വരും. അപ്പൊ ഈ S2 മൈനസ് S3 രണ്ടിലും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് T1 ഡിവൈഡ് ബൈ T1 മൈനസ് T2 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. ഇത് നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, പക്ഷെ ഇത് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളൊന്നും അറിയണം. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് ബെൽ-കോൾമാൻ സൈക്കിൾ. ഇതിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇതിന്റെ പേരുകൾ ഇതിൽ പല പേരുകളിൽ ഇത് അറിയപ്പെടും. ഒന്ന് ബെൽ-കോൾമാൻ സൈക്കിൾ എന്ന് അറിയപ്പെടും. അടുത്തത് ജൂൾ സൈക്കിൾ എന്ന് അറിയപ്പെടും. അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്ന് അറിയപ്പെടും. ഓക്കെ, പേര് ഓർത്തോളണം. ബെൽ-കോൾമാൻ സൈക്കിൾ ഓർ ജൂൾ സൈക്കിൾ ഓർ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ. ഇത് തമ്മിലുള്ള നമ്മൾ ആദ്യം പഠിച്ച നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ടും ഇതും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ നമുക്ക് പറയാനുള്ളൂ. എന്തെന്ന് വെച്ചാൽ അതിലുണ്ടായിരുന്ന രണ്ട് ഐസോതെർമൽ പ്രോസസ്സ് മാറ്റി ഇവിടെ അത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഐസോതെർമൽ പ്രോസസ് ഇല്ലേ, ഇത് മാറ്റി നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? കോൺസ്റ്റന്റ് പ്രഷറിന് പറയുന്ന പേര് അറിയാലോ അല്ലേ? ഐസോബാറിക് എന്നാണ് പറയുന്നത്. ഐസോബാറിക്, അതായത് ഇപ്പം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാലും നമ്മൾ അതിനെ പറയുന്ന പേര് ഐസോതെർമൽ എന്ന് പറയും. പ്രഷർ കോൺസ്റ്റന്റ് ആയാൽ അതിനെ പറയുന്ന പേര് ഐസോബാറിക് എന്ന് പറയും. ഇനിയും വോളിയം കോൺസ്റ്റന്റ് ആയാൽ അതിനെ പറയുന്ന പേര് ഐസോകോറിക് എന്ന് പറയും. ഐസോകോറിക്, CHORIC, കോറിക് എന്ന് പറയും. ഇനി നമ്മുടെ എന്തായിരുന്നു? ഓക്കെ, ഇനി എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയാൽ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണ്? ഐസെൻട്രോപ്പിക് എന്ന് പറയും. ഇതാണ്, അത് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതില് നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലുള്ള രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളെ എടുത്ത് മാറ്റി രണ്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആഡ് ചെയ്തു. അതായത് അതിലുള്ളത് പോലെ തന്നെ 1 to 2 ഒരു മാറ്റമില്ല. എന്താണ്? ഐസെൻട്രോപ്പിക് കംപ്രഷൻ തന്നെയാണ് 1 to 2. 2 to 3 നമ്മൾ മാറ്റി. 2 to 3 അവിടെ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഐസോതെർമൽ ആയിരുന്നു. ഇവിടെ അതെന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആക്കി മാറ്റി. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി മാറ്റി. അടുത്തത് 3 to 4 പിന്നും എന്ത് തന്നെയാണ്? ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ തന്നെയാണ്. പക്ഷെ 4 to 1 അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഐസോതെർമൽ ആയിരുന്നെങ്കിൽ ഇവിടെ അത് മാറ്റി നമ്മൾ എന്താക്കി? കോൺസ്റ്റന്റ് പ്രഷർ ആക്കി. ഇതാണ് വ്യത്യാസം. ഡയഗ്രം നമ്മൾ ആരോസ് പറഞ്ഞാൽ ഇതിനെ തെറ്റിട്ടില്ല. ആരോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ആരോ പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് ഇത് PV ഡയഗ്രാമാണ്, പ്രഷർ വോളിയം ഡയഗ്രാം. പ്രഷർ വോളിയം ഡയഗ്രാമിൽ ഒരിക്കലും നമുക്ക് എൻട്രോപ്പി കോൺസ്റ്റന്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു PV ഡയഗ്രാം ആണെങ്കിൽ ഇത് PV ഡയഗ്രാം ആണ്. ഈ PV ഡയഗ്രാമിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ ഒരു ലൈൻ ഇട്ടാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഒരിക്കലും എൻട്രോപ്പി കോൺസ്റ്റന്റിന് ഇതിനകത്ത് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോഴും ഒരു കർവ്ഡ്, ഇതേപോലെ ഒരു കർവ്ഡ് ലൈൻ ആയിരിക്കും. അതാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഇവിടെ കർവ്ഡ് ആയിട്ട് വന്നത്. ഇനി അടുത്ത് നിങ്ങൾ TS ഡയഗ്രാം എടുത്തെന്ന് വിചാരിക്കുക. TS എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രഷർ കോൺസ്റ്റന്റിനെ ഇതിനകത്തൊരു സ്ട്രൈറ്റ് ലൈൻ ഇട്ടിട്ട് നമുക്ക് TS ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ?
ഓക്കെയാണ്. പറയാമോ? അതെ, വേറൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എടുക്കുവാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പി വി ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചാൽ ഇതൊരു പി വി ഡയഗ്രാം ആണെന്ന് വിചാരിക്കുക. പി വി ഇപ്പൊ ഒരു പ്രോസസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? 1 to 2 എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് P1 ഈസ് ഈക്വൽ ടു P2 എന്ന് നിങ്ങൾക്ക് എഴുതാം. അതിനർത്ഥം എന്താണ്? ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു പി വി ഡയഗ്രാമിൽ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമല്ലോ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ചോദിച്ചാൽ ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോ ചിലപ്പോൾ 2 to 3 ആയിരിക്കാം. ഞാൻ അതിനെ 9 ചെയ്യുന്നു 2 to 3 എന്ന്. ഇതിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 = V3. അപ്പൊ അതായത് വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ പി വി ഡയഗ്രാമിൽ നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതും ഓക്കെയാണ്. പക്ഷേ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടോ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനായിട്ടോ പി വി ഡയഗ്രാമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് എന്തായിരിക്കും? എൻട്രോപ്പി കോൺസ്റ്റന്റ് കർവ് ആയിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണ്? ഐസെൻട്രോപ്പിക് ആണ് പ്രോസസ്സ്. ഒരു കർവാണ്. കാര്യം ഇത് പി വി ഡയഗ്രാം ആണ്. ഇതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? ആരാണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ആരാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതിവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് ഇവിടെ 2 പ്രോസസ് ഉണ്ട്, 4 to 1 2 to 3. പക്ഷേ ഈ 1 to 2 സ്ട്രെയിറ്റ് ലൈൻ വരാതെ കർവായിട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഐസെൻട്രോപ്പിക് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇപ്പൊ ഇതെടുക്കുന്നത് അതാണ് നമ്മുടെ എന്താ പറയുന്നത്? TS ഡയഗ്രാമിൽ അതേ കണക്ക് തന്നെ. നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ TS ഡയഗ്രാം, ഇത് TS ഡയഗ്രാം ആണെങ്കിൽ TS ഡയഗ്രാമിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് എൻട്രോപ്പി കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് പ്രഷർ കോൺസ്റ്റന്റ് ആണെന്നും പറഞ്ഞ് ഇതിനകത്തൊരു സ്ട്രെയിറ്റ് ലൈൻ ഇടാൻ പറ്റും. അത് എപ്പോഴും കർവ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ 2 to 3 ഇവിടെ എന്ത് വന്നത്? കർവ്ഡ് ആയിട്ട് വന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ്? ഓക്കെ ആണ്? ശരി. ഇനി നമുക്ക് ഓരോ പ്രോസസ്സും നോക്കാം. പ്രോസസ് 1 to 2 എന്താണ്? ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ്. ഓക്കെ. പ്രോസസ് 2 to 3 എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? P2 is equal to P3 എന്ന് വരും. അത് ക്ലിയർ ആണല്ലോ? കാര്യം എന്തുകൊണ്ടാണ്? ഒന്നീ പ്രഷർ അല്ലെങ്കിൽ വോളിയം മാത്രമേ ഇത് സ്ട്രെയിറ്റ് ലൈൻ വരത്തുള്ളൂ. ഓക്കെ. ഇനി 3 to 4 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ്? ഐസെൻട്രോപ്പിക് ആണ്. അതായത് ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് S = കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്ത നിങ്ങളുടെ 4 to 1 എടുത്തു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? P1 is equal to P4 എന്ന് വരും. ഓക്കെ. ഇനി ഇതേ സംഭവം നമ്മൾ TS ഡയഗ്രാമിൽ നോക്കുന്നു. പ്രോസസ് 1 to 2 എന്താണ്? 1 to 2 ഐസെൻട്രോപ്പിക് ആണ്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ്. S = കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക് ഇവിടെ? S1 is equal to S2 ആണ്. ഇനി നിങ്ങളെ പ്രോസസ് 2 to 3 പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അത് ഇതിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? ഇത് TS ഡയഗ്രാം ആണ്. അപ്പൊ ഇത് പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ആണ് 2 to 3. അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് TS ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ ആരോ പിന്നെ കൊടുക്കാൽ ഇങ്ങനെ ആരോ, ഇവിടെ ഇങ്ങനെ ആരോ. ഇനി നിങ്ങൾ 3 to 4 എന്താണ് പ്രോസസ്? എന്താണ് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? S3 is equal to S4 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപ്പിക് ആണ് പ്രോസസ്. നിങ്ങൾ നോക്കി 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ അല്ലേ വന്നത്. ഇനി 4 to 1 പിന്നെ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അത് ഇതിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കർവ്. ഇനി ഇതിൽ കംപ്രഷൻ എക്സ്പാൻഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എന്താണ്? വോളിയം 1 to 2 കംപ്രഷൻ ആണെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 1 ഉണ്ടായിരുന്ന വോളിയം V1 ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷേ 2 എത്തിയപ്പം ആ വോളിയം കുറഞ്ഞ് V2 ഇത്രയായിട്ട് കുറഞ്ഞു. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ആ വാല്യൂ കൂടി വരും. ഇവിടെ ഒരു 10 മീറ്റർ ക്യൂബ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും, എക്സാമ്പിൾ. ഓക്കെ. അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ 1 2 കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്രഷൻ. ഇനി നിങ്ങൾ 3 to 4 എടുക്കുന്നു. 3 to 4 എന്ന് പറയുമ്പം 3
നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വോളിയത്തിലേക്ക് കൊണ്ടുവന്നാൽ V3 ഇതാ ഇവിടാണ് വരുന്നത് ആണല്ലോ. V4 നമുക്കിതാ ഇവിടാണ് വരുന്നത്. അപ്പം V3 കുറവും V4 കൂടുതലും ആയതുകൊണ്ടാണ് ഇത് ഐസെൻട്രോപിക് എന്ത് വന്നത്, എക്സ്പാൻഷൻ എന്ന് വന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ബെൽ കോൾമാൻ സൈക്കിൾ, ഇതിന് പറയുന്ന വേറൊരു പേര് ജൂൾ സൈക്കിൾ, അല്ലെങ്കിൽ പിന്നെന്താ പറയാ, റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ ആരുടെ മോഡിഫിക്കേഷൻ ആണിത്? നമ്മൾ ആദ്യം പഠിച്ച നമ്മളെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ മോഡിഫിക്കേഷൻ ആണിത്. എങ്ങനെയാണ് മോഡിഫൈ ചെയ്തത്? അതിലുണ്ടായിരുന്ന രണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഐസോതെർമൽ പ്രോസസ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി, രണ്ട് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് മാറ്റി. അതേപോലുള്ള വ്യത്യാസം വേറെ ഒന്നുമില്ല. ഇഫ് ദ ടു ഐസോതെർമൽ പ്രോസസ്സസ് ഇൻ കാർനോട്ട് സൈക്കിൾ, റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ, ആർ റീപ്ലേസ്ഡ് ബൈ ടു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സസ്, അതായത് ഐസോബാറിക് പ്രോസസ്സസ്, then the cycle is called, അതിനെ പറയുന്ന പേരാണ് ബെൽ കോൾമാൻ സൈക്കിൾ ഓർ ജൂൾ സൈക്കിൾ ഓർ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ. പേര് ഓർത്ത് വയ്ക്കണം, ബെൽ കോൾമാൻ ഓർ ജൂൾ ഓർ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ എന്നാണ് പറയുന്നത്. പേര് മറന്നു വരുന്നത്, പേര് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ ആണോ? കാര്യം ഈ പേരുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പേര് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ഓർമ്മയില്ലാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. എന്നാലും ഈ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ ഓരോരോ പ്രോസസ്സുകൾ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ സ്ലൈഡില്? അപ്പൊ അത് നടക്കുന്നത് ഏത് കമ്പോണന്റിനകത്താണെന്ന് പറഞ്ഞാൽ 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ നമുക്ക് നടക്കുന്നത് നമ്മുടെ കംപ്രസറിനകത്താണ് 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ നടക്കുന്നത്. അവിടെ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത 2 to 3 എന്താണ്? ബ്രാറ്റൺ സൈക്കിൾ അല്ലേ ജൂൾ സൈക്കിൾ? കേട്ടില്ല. ബ്രാറ്റൺ സൈക്കിൾ അല്ലേ ജൂൾ സൈക്കിൾ? ബ്രൈറ്റൺ സൈക്കിള് നിങ്ങൾ ഈ പറയുന്നതേ ബ്രൈറ്റൺ സൈക്കിളിന്റെ റിവേഴ്സ് ആണത്. റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ റിവേഴ്സ് ജൂൾ സൈക്കിൾ, അതാണ്. ഓക്കെ. റിവേഴ്സ് ജൂൾ, അതായത് നമ്മള് ഒരു സൈക്കിളിനെ യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റേ സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ ഈ ആരോ എല്ലാം തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. ഇതിൽ തിരിച്ചു വരുന്നത് എല്ലാത്തിനും റിവേഴ്സ്ഡ് ആണ്. സോറി, ജൂൾ സൈക്കിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി, റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോഴ് ഞാൻ പറഞ്ഞത് 1 to 2 എന്താണ്? കംപ്രസർ ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പ്രോസസ് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. ഇത് നടക്കുന്ന കമ്പോണന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. എന്താണ്? കംപ്രസറിനകത്താണ് ഇറങ്ങുന്നത്. ഇനി 2 to 3 കൂളറിലാണ് ഈ പ്രോസസ്. കോൺസ്റ്റന്റ് പ്രഷർ കൂളറാണ്. കൂളറിനകത്ത് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൂളർ ആണ് നടക്കുന്നത്. ഇനി 3 to 4 എക്സ്പാൻഡറിൽ നടക്കുന്നത് ഐസെൻട്രോപിക്. അവിടെയും പിന്നെ എന്താണ്? എക്സ്പാൻഷൻ നടക്കുന്നത് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ്. അപ്പൊ അത് നടക്കുന്നത് ഇവിടെയാണ്, എക്സ്പാൻഡറിലാണ്. ഇനി 4 to 1 എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റർ. അത് ആക്ച്വലി ഇവിടെയാണ് 4 to 1 ഈ പറയുന്ന ഇത് നടക്കുന്നത്. 4 to 1 നിങ്ങൾ നോക്കിയാൽ ഇതെങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ നിങ്ങൾ പഠിച്ചില്ലേ? ഈ കംപ്രഷന്റെ ഫലമായിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. അവിടെ TS ഡയഗ്രാം നോക്കി കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ടെമ്പറേച്ചർ കൂടും, എൻട്രോപ്പി കോൺസ്റ്റന്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ടെമ്പറേച്ചർ കൂടി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായതാണ്ട്? T1 ഇവിടെ കിടക്കുന്നു, T2 ഇവിടെ. T1 എന്ന് പറഞ്ഞാൽ ഒരു 30 ഡിഗ്രി ആയിരുന്നെങ്കിൽ T2 എന്ന് പറഞ്ഞാൽ ഒരു 100 ഡിഗ്രി ആവും, അല്ലെങ്കിൽ ഒരു 70 ഡിഗ്രി ആവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ ഒരു കംപ്രസറിൽ നടക്കുന്ന, നിങ്ങൾ കംപ്രസർ എവിടെ പഠിച്ചാലും രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ഒന്നെന്താണ്? കംപ്രഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. പിന്നെ അടുത്തത് അതിന്റെ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്റർകൂളർ എന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റർകൂളർ എന്നൊരു സംഭവം. ഇന്റർകൂളർ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ കംപ്രസറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന സംഭവമുണ്ട്. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്താണ്? ഒരു കംപ്രസറിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫ്ലൂയിഡ്, അല്ലെ എയർ ആണെന്ന്, എയർ കംപ്രസർ ആണെങ്കിൽ ഒരു കംപ്രസറിനകത്ത് നിന്ന് ഇറങ്ങുന്ന എയറിനെ നമ്മൾ വേറൊരു കംപ്രസറിനകത്ത് പിന്നും കംപ്രസ് ചെയ്യുന്നതിനാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ ഒരു കംപ്രസറിനും മറ്റേ കംപ്രസറിനും ഇടയ്ക്ക് നമ്മൾ ഇന്റർകൂളർ എന്ന സാധനം വെക്കും. എന്തിനാണ് ഇന്റർകൂളർ വെക്കുന്നത്? ഇപ്പൊ നോർമലി ഫസ്റ്റ് കംപ്രസറിനകത്ത് കയറുന്ന, ഇപ്പൊ വരച്ച് കാണിച്ചിരുന്നില്ലേ?
കണ്ടേ, ഇതൊരു കംപ്രസർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് കംപ്രസർ 1. ഓക്കെ, ഇത് കംപ്രസർ 1, ഇത് കംപ്രസർ 2. ഈ കംപ്രസറിനകത്ത് അറ്റ്മോസ്ഫിയർ കയറ് കയറുന്നു. അതൊരു 30 ഡിഗ്രിയിലാണ് കയറുന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, 30 ഡിഗ്രി കയറി. 30 ഡിഗ്രി കയറി കഴിഞ്ഞ് ഇത് കംപ്രഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ 30 ഡിഗ്രി കഴിഞ്ഞ് കൂടുതൽ ടെമ്പറേച്ചർ തന്നെ കാണും. ഇതിന് വെളിയിൽ ഇറങ്ങുമ്പം ഇത് ചിലപ്പോൾ ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചർ കാണും. ഓക്കെ, ഈ 50 ഡിഗ്രി ടെമ്പറേച്ചറുള്ള സാധനത്തിന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്രസർ 2 വിട്ടാൽ നമ്മൾ എന്തായാലും വർക്ക് അകത്തോട്ട് കൊടുത്താണല്ലോ ഇതിനെ കംപ്രസ് ചെയ്യുന്നത്. ഈ വർക്ക് അകത്തോട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ വർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇന്റർകൂളർ വയ്ക്കും. ഇന്റർകൂളർ വെച്ചിട്ട് ഈ 50 ഡിഗ്രി എന്ന് പറയുന്നതിനെ പിന്നെ താട്ട് ഒരു 30 35 ഡിഗ്രി ആയിട്ട് പിന്നെ 30 ഡിഗ്രി തന്നെ ആക്കാനും പറ്റും. ഓക്കെ, ഈ 30 ഡിഗ്രി ഒക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ സെക്കൻഡ് കംപ്രസറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? അപ്പൊ വർക്ക് പിന്നെ അത്രയും കുറച്ച് കൊടുത്താൽ മതി. നമ്മളെ വണ്ടിക്കകത്തൊക്കെ വണ്ടികളിനകത്ത് നമ്മളെ കാറായാലും ഇതിനകത്തൊക്കെ ടർബോ ചാർജർ എന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടർബോ ചാർജർ കേട്ടിട്ടുണ്ടോ? ടർബോ ചാർജർ. ഈ ടർബോ ചാർജറിൽ നമ്മൾ പണ്ടത്തെ വണ്ടി മീൻസ് ഇന്നോവ, പഴയ ഇന്നോവ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ടർബോ ചാർജർ മാത്രമേ കാണത്തുള്ളൂ, ഇന്റർകൂളർ കാണത്തില്ല. അതിനർത്ഥം എന്താണ്? എനിക്ക് ചോദിക്കാം, അതിൽ 2 കംപ്രസർ ഇല്ലല്ലോ. ഇല്ല, ടർബോ ചാർജറിന് നിങ്ങൾക്ക് ഒരു കംപ്രസർ ആയിട്ട് എടുക്കാം. അതാണ്ട് ഇതാണ് ടർബോ ചാർജറിന്റെ കംപ്രസർ എന്ന് വിചാരിക്കുക. ടർബോ കംപ്രസർ. അപ്പൊ ഇതിനകത്ത് ഒരു എയർ വന്ന് കയറി. ഈ എയറിനെ നിങ്ങൾ കംപ്രസ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടിയതിനു ശേഷമാണ് നമ്മൾ എങ്ങോട്ട് വിടുന്നത്? എഞ്ചിനകത്തോട്ട് വിടുന്നത്. അപ്പൊ എഞ്ചിനകത്ത് കംപ്രസർ ഇല്ലല്ലോ നിങ്ങൾ വിചാരിക്കരുത്. കാര്യം എഞ്ചിനകത്ത് ഒരു പ്രോസസ് ഉണ്ട് ഇതിനെ കംപ്രസ് ചെയ്യുന്ന. ഈ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രാങ്ക് ഉപയോഗിച്ച് അങ്ങോട്ട് വർക്ക് കൊടുത്താണ് കംപ്രസ് ചെയ്യുന്നത്. ആ വർക്ക് കൂടുതലായിരിക്കും. എങ്ങനെയാണ് കൂടുതലാവുന്നത്? ഈ ടർബോ ചാർജറിൽ ഇറങ്ങുന്ന ഈ വയറിന്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എഞ്ചിനകത്ത് നിങ്ങൾ അങ്ങോട്ട് കംപ്രസ് ചെയ്യാൻ കൊടുക്കേണ്ട ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഇന്റർകൂളറിനെ പ്ലേസ് ചെയ്യും. ഇന്റർകൂളർ എന്ത് ചെയ്യും? ഈ വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് പിന്നെ 30 ഡിഗ്രി ആക്കി എഞ്ചിനകത്തോട്ട് വിടും. അപ്പൊ താരതമ്യേന കുറച്ച് എമൗണ്ട് ഓഫ് വർക്ക് കൊടുത്ത് നമുക്ക് ആ എയറിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണ്? ഒരു കംപ്രസറിനകത്ത് ഒരു ഫ്ലൂയിഡ് കയറി ഇറങ്ങുമ്പം അവിടെ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നതെങ്കിൽ പോലും അവിടെ എന്തുണ്ട്? ടെമ്പറേച്ചർ റേസ് ഉണ്ടാവും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഹലോ, കേൾക്കാവോ? ക്ലിയർ ആണ്. ഇനി അപ്പൊ 1 to 2 ഓക്കെ ആണ്. അപ്പം ഐസെൻട്രോപിക് കംപ്രഷൻ 1 to 2 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ എന്താണെന്ന്? അടുത്ത ആരായിരുന്നു? 1 to 2 കഴിഞ്ഞിട്ട് 2 to 3 എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൂളറിലാണ് അത് സംഭവിക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. ഇത് 2 to 3 നടക്കുന്നത് കൂളറിലാണ്. അപ്പൊ കൂളറിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കയറുന്ന ടെമ്പറേച്ചർ T2 വലിയ ടെമ്പറേച്ചർ, ഇറങ്ങുന്ന ടെമ്പറേച്ചർ T3. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ അവിടെ കുറഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് കയറുന്ന എവിടെയാണ്? എക്സ്പാൻഡറിലാണ് കയറുന്നത്. എക്സ്പാൻഡറിൽ നടക്കുന്നത് കംപ്രസറിൽ നടക്കുന്ന സെയിം ഐസെൻട്രോപിക് പ്രോസസ് ആണ് 3 to 4. ഓക്കെ, അപ്പൊ എക്സ്പാൻഡറിൽ നടക്കുമ്പോൾ ഈ കംപ്രസറിൽ കയറുമ്പോൾ ഐസെൻട്രോപിക്കലി ഇതിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്തത്. ഇവിടെയും പ്രോസസ്സ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ T3യിൽ നിന്ന് T4ലേക്ക് കുറയും. ടെമ്പറേച്ചർ കുറയും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യും? ഈ കുറഞ്ഞ ടെമ്പറേച്ചർ ഉള്ള ആ സാധനത്തിനെയാണ് നമ്മൾ റെഫ്രിജറേറ്ററിലോട്ട് വിടുന്നത്. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുമാണ് നമ്മൾ മീന പച്ചക്കറിയൊക്കെ വെക്കുന്നത്. അപ്പൊ ഈ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഈ സാധനം ഇതിനകത്തോട്ട് കയറിയാൽ മാത്രമേ ഈ മീനിലിരിക്കുന്ന ഹീറ്റ് വലിച്ചെടുത്തോണ്ട് ഇതിന് വെളിയിൽ ഇറങ്ങാൻ പറ്റും. അപ്പൊ കയറുമ്പോൾ തന്നെ അതിന് അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ മീനിലുള്ള ഹീറ്റ് അതിന് വലിച്ചെടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഈ കൂളറിനകത്തൊക്കെ വിട്ടുന്നത്. കൂൾ ചെയ്ത് പിന്നും റെഫ്രിജറേറ്ററിനകത്തോട്ട് വിടുന്നതിന് മുമ്പ് അതിന്റെ ടെമ്പറേച്ചർ ഏറ്റവും കുറവായിരിക്കും. നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഇതിനകത്തുള്ളത് എവിടെയാണ്? T4 ആണെന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിന്റെ എൻട്രിയിലെ ടെമ്പറേച്ചർ ആയിരിക്കും ഏറ്റവും കുറവ്. എങ്കിൽ മാത്രമേ ഇതിന് ഇവിടുന്ന് ഹീറ്റ് വലിച്ചെടുത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ T4ൽ അതിന്റെ ടെമ്പറേച്ചർ കുറവാണ്. T4ലെ ടെമ്പറേച്ചർ കുറവാണ്. ഇത് റെഫ്രിജറേറ്ററിനകത്ത് കയറി ഇറങ്ങുമ്പം അതിന്റെ അവസ്ഥ T1 ആണ്. ടെമ്പറേച്ചർ കൂടുതൽ. ഈ ടെമ്പറേച്ചർ റൈസ് എങ്ങനെയാണ് ഉണ്ടായത്? ഈ മീനിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്തതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മീനിന്ന് ഞാൻ ഒരു എക്സാമ്പിളാ പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലായി. അപ്പൊ നിങ്ങളെ മനസ്സിൽ വേണമെന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മളൊരു ഇവാപ്പറേറ്ററിനകത്താണ് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നെങ്കിലും ഇനി അങ്ങോട്ട് നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിക്കും. അപ്പൊ അതിനകത്ത് ഇവാപ്പറേറ്ററിനകത്താണ് ഈ ഹീറ്റ് അഡിഷൻ ടു ദ റെഫ്രിജറന്റ് നടക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ കുറവായിരിക്കണം. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് ഹീറ്റ് അതിനെ വലിച്ചെടുത്ത് ഹൈ ടെമ്പറേച്ചറിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.